Hello students, welcome to the new class of Advanced Corporate Accounting. നമ്മൾ അക്കൗണ്ടിങ് ഫോർ ലീസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തിയറി ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തിയറിയൊക്കെ നന്നായിട്ട് നോക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു ലീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ അതിൻ്റെ കുറച്ച് അക്കൗണ്ടിങ് അതായത് ഓപ്പറേറ്റിംഗ് ലീസും ഫൈനാൻഷ്യൽ ലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസും ഇതിൽ വരുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ തിയറി ഭാഗങ്ങൾ നന്നായിട്ട് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലീസ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ് ഡിസ്കസ് ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ ലീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ള 2 ലീസ് എഗ്രിമെൻറ്റ്സ് ആണ്. ഒന്ന് ഓപ്പറേറ്റിംഗ് ലീസും മറ്റൊന്ന് ഫൈനാൻഷ്യൽ ലീസും. അതിൻ്റെ 2 അക്കൗണ്ട്സ് പ്രിപ്പറേഷനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഏതെല്ലാം എൻട്രീസ് ആണ് നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് ലെസർ അതുപോലെ തന്നെ ലെസ്സി ജേണൽ എൻട്രീസ് എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ നോക്കുക, നമുക്കിവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് IAS 17 ആണ്. IAS 17 പ്രകാരമാണ് ലീസ് എഗ്രിമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം IFRS 16 അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ പഠിക്കാനുള്ളത് IAS 17 അക്കൗണ്ടിങ് ഫോർ ലീസസ് ആണ്. പിന്നെ IFRS 16 ചെറിയൊരു പോർഷൻ പറയുന്നുണ്ട്, പുതിയതായിട്ട് അത് ചേഞ്ച് ചെയ്ത് വന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, IAS 17 പ്രകാരം നമ്മളുടെ ലീസിൻ്റെ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ലീസിലും ഓപ്പറേറ്റിംഗ് ലീസിലും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ ഡിസ്ക്ലോഷർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ബോത്ത് ദ ബുക്സ് ഓഫ് ലെസർ ആൻഡ് ലെസ്സി. ലെസറുടെയും ലെസ്സിയുടെയും ബുക്സിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലെസർ എന്ന് പറയുന്നത് അസറ്റിൻ്റെ ഓണറിനെയാണ് ലെസർ എന്ന് പറയുന്നത്. ലെസ്സി എന്ന് പറയുന്നത് ആരാണോ ആ അസറ്റ് ലീസിന് എടുക്കുന്ന വ്യക്തി, അയാളാണ് ലെസ്സി. അപ്പോൾ ലെസറുടെ ബുക്കിലും ലെസ്സിയുടെ ബുക്സിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു IAS 17 സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പം 2 എഗ്രിമെൻറ്റ്, അതായത് 2 കോൺട്രാക്റ്റാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ലീസും മറ്റൊന്ന് എന്താണ്, ഫൈനാൻഷ്യൽ ലീസുമാണ്. അപ്പം IAS 17 പ്രകാരം അക്കൗണ്ടിങ് ഫോർ ലീസസ് എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പറയുന്നത് ഈ പറയുന്ന ലീസ് എഗ്രിമെൻ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ ലീസ്ഡ് അസറ്റ് എന്താണെന്ന് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡും കൂടിയാണിത്. അപ്പോൾ ഇവിടെ ലീസ്ഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റുകളായിരിക്കണം. അത്തരം അസറ്റിനെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അതല്ലാതെ വരുന്ന മിനറൽസ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ബയോളജിക്കൽ അസറ്റുകൾ, ഇത്തരം അസറ്റുകളുടെ ലീസ് കോൺട്രാക്റ്റിലൊന്നും നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലെസറും ലെസ്സിയും എന്തെങ്കിലും അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ലീസ് അഗ്രിമെൻറ്റുകൾ മാത്രമേ ഈ ഒരു IAS 17 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ സ്കോപ്പിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്ന മിനറൽസ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ചില ഇൻടാഞ്ചിബിൾ അസറ്റുകൾ, അതിൻ്റെ ലൈസൻസിങ് അഗ്രിമെൻറ്റ്സ്, ഇത്തരം അഗ്രിമെൻറ്റ്സുകളൊന്നും IAS 17 പ്രകാരം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ബയോളജിക്കൽ അസറ്റ്, അതായത് നാച്ചുറൽ അസറ്റിനും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്കൊന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അത് ഓർക്കുക നമ്മൾ. അപ്പം IAS 17 പ്രകാരം എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ലീസിലും ഓപ്പറേറ്റിംഗ് ലീസിലും നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് ലെസർ ആൻഡ് ലെസ്സി എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരിക, എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഫൈനാൻഷ്യൽ ലീസാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഫൈനാൻസ് ലീസിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി ആൻഡ് ലെസർ. ലെസ്സിയുടെ ബുക്കിലും ലെസറുടെ ബുക്കിലും എങ്ങനെയാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി. നോക്കുക, ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർ റെക്കോർഡിംഗ് ദ ലീസ്ഡ് അസറ്റ് അറ്റ് ഇറ്റ്സ് ഫെയർ വാല്യൂ ഓർ ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ടോട്ടൽ ലീസ് പേയ്മെൻറ്റ്സ് വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, അപ്പോൾ ഈ ലീസ്ഡ് അസറ്റ് നമുക്ക് ലെസറും ലെസ്സിയും അറിയാം അല്ലേ. ലെസ്സി എന്ന് പറയുന്നത് അസറ്റ് വാങ്ങിക്കുന്ന ആളാണ്, അസറ്റിൻ്റെ ഒരു യൂസേജ് വാങ്ങിക്കുന്ന ആളാണ്. ഇവിടെ അസറ്റ് നമ്മൾ വിൽക്കുകയല്ല ചെയ്യുന്നത്, അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം ലെസ്സിയാണ് അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് വാങ്ങിക്കുന്നത്. ഓക്കെ,
അപ്പോൾ റൈറ്റ് ടു യൂസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഇവിടെ വരുന്നത് ആക്ച്വലി എന്താണ് ജേണൽ എൻട്രി, ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. ഇനി ഇതിൻ്റെ എമൗണ്ട് നമ്മൾ എഴുതേണ്ടത്, ലെസർക്കാണല്ലോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ലെസേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. അവിടെ ഈ ഒരു ലെസർക്ക് കൊടുക്കാനുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റി ആണ് അല്ലേ, അതായത് ലെസ്സി പൈസ അവർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ആക്ച്വലി നമ്മളൊരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തൂലേ, ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക, അതുപോലെയുള്ളൊരു ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് എൻട്രിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നോക്കുക, ലെസ്സി അസറ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രിയാണ് കാണിക്കുക. ഇനി ഇവിടെ നമ്മൾ എഴുതേണ്ട എമൗണ്ട്, നമ്മളിവിടെ ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ടുകൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതേണ്ടത് ഒന്നെങ്കിൽ ലീസ്റ്റ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നിരിക്കും, ഒന്നുകിൽ അതല്ലെങ്കിൽ എന്താണ് മിനിമം ലീസ് പേയ്മെൻറ്റ് നമ്മൾ എത്രയാണോ കൊടുത്തത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിലേതാണ് ചെറുത്, വിച്ച് എവർ ഈസ് ലെസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ എമൗണ്ട് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് രണ്ടും ക്വസ്റ്റ്യനിൽ തരും. ഒന്ന് അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, നമ്മൾ ഈ ഒരു അസറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അസറ്റിന് ഇപ്പം നിലവിൽ എന്താണ് മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ വാല്യൂ എന്താണ്, മാർക്കറ്റ് വാല്യൂ അല്ല ഫെയർ വാല്യൂ, അതിൻ്റെ ഫെയർ വാല്യൂ എന്താണ്, ആ ഒരു ഫെയർ വാല്യൂവും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റ്, ആ ലീസ് പേയ്മെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവ് ആ ഒരു എമൗണ്ടാണ് നമ്മൾ ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ടിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇനി രണ്ടാമത് എന്താ പറയുന്നത്, ഫോർ റെക്കോർഡിംഗ് ദ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഇഫ് എനി ഇൻ സെക്യൂറിംഗ് ദ ലീസ്റ്റ് അസറ്റ്. നമ്മൾ ഈ ലീസ് അസറ്റ് വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില്ലറ എക്സ്പെൻസുകൾ വരും, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലെസർക്കും എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ലെസ്സിക്കും എക്സ്പെൻസ് ഉണ്ടായിരിക്കും. ലെസ്സിക്ക് ഇൻകർ ആവുന്ന എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റുകളായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ജേണൽ എൻട്രി ഇങ്ങനെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു കറക്റ്റ് ഓർഡർ ഇല്ല കേട്ടോ. ചില സമയം നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻ്റ് ഒക്കെ നടത്തേണ്ടി വരും, അത് എൻഡിലായിരിക്കാം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കാം. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അതെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നോക്കുക, ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് പറയുന്നത്. നമ്മളൊരു അസറ്റ് ലീസിന് എടുക്കുന്ന സമയം ലീസിൻ്റെ പ്രോസസ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്ന ചില എക്സ്പെൻസസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. അപ്പം ലെസ്സിക്ക് ഇൻകറായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മളിവിടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ലീസ് കോൺട്രാക്റ്റിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസ് ആണ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. ഇനി ലെസറുടെ പോയിന്റ് ഓഫ് വ്യൂയിലും ഇത്തരം കോസ്റ്റുകൾ വരാം. അതായത് ഈ ഒരു ലീസ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ചാർജസും കമ്മീഷനൊക്കെയാണ് ലെസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്ന എക്സ്പെൻസസ്. ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റുകളാണ്. അപ്പോൾ പ്രധാനമായിട്ടും ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജേണൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുക, ജേണലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ജേണൽ എൻട്രി പറഞ്ഞു. ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി, ഫൈനാൻഷ്യൽ ലീസിൽ ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി, ഒന്ന് ലെസ്സി എന്ത് ചെയ്യുന്നതാണ്, അസറ്റ് എക്വയർ ചെയ്യുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. അതിന് എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ ലീസ്റ്റ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ലീസ് പേയ്മെൻറ്റ്, ഇതിലേതാണോ ചെറുത് ആ ഒരു എമൗണ്ടാണ് നമ്മൾ എഴുതുന്നത്. രണ്ടാമത് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ലെസ്സിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ തേർഡ്, ഫോർ റെക്കോർഡിംഗ് ദ ഫൈനാൻസ് ചാർജസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ്. ഇനി ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. എന്താണ് ഇവിടെ ഫൈനാൻസ് ചാർജ് എന്ന് പറയുന്നത്? ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരും ഫൈനാൻസ് ചാർജ് എന്താണെന്ന്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ടോട്ടൽ എത്ര ലീസ് പേയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ദെൻ കമ്പയർഡ് ടു അസറ്റിൻ്റെ വാല്യൂ,
അസറ്റിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് തരും. സോ ഈ ടോട്ടൽ ലീസ് പേയ്മെൻറ്റിൽ നിന്നും ഈ അസറ്റിൻ്റെ ആക്ച്വൽ വാല്യൂ കുറയ്ക്കുന്നതാണ് ഫൈനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നേരിട്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ അതായിരിക്കും ഫൈനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ലീസ് പേയ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തരും, അസറ്റിൻ്റെ വാല്യൂയും ക്വസ്റ്റ്യനിൽ തരും. ഇപ്പോൾ ലീസ് പേയ്മെൻറ്റ് എത്രയാണോ ഉള്ളത് അതിൽ നിന്നും അസറ്റിൻ്റെ വാല്യൂ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ ചാർജ് കിട്ടും. അസറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 1 lakh ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ലീസ് പേയ്മെൻറ്റ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ആ കൂടുതലുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അസറ്റിൻ്റെ വാല്യൂ 1 lakh ആണ്, പക്ഷേ ലീസ് പേയ്മെൻറ്റ് നമ്മൾ ഓരോ വർഷവും കൊടുക്കുമ്പം ഈ 1 lakhനേക്കാളും കൂടുതലായിട്ടും ലെസർക്ക് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ കൂടുതൽ കൊടുത്ത എമൗണ്ടാണ് ഫൈനാൻഷ്യൽ ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ജേർണൽ എൻട്രി ആണ് ഫൈനാൻസ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട്. എന്താണ്? ഫൈനാൻസ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഫോർ പീരിയോഡിക് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഓഫ് ലീസ്. ഇനി ലെസർക്ക് ലീസ് പേയ്മെൻറ്റ് കൊടുക്കുന്ന ജേർണൽ എൻട്രി ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിൽ അവർക്ക് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പീരിയോഡിക് ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാം. ഒരു ഈക്വൽ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ലീസ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഓരോ വർഷവും പേയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിലും അവർക്ക് എന്ത് കൊടുക്കാം? പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ഏതൊരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. ഒന്നെങ്കിൽ ലെസ്സിക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ലീസ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ലീസ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ വർഷവും ലീസ് പേയ്മെൻറ്റ് കുറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയും അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന ജേർണൽ എൻട്രി ലെസേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ്. ലെസേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ലീസ് പേയ്മെൻറ്റ് നമ്മൾ എത്ര ഇൻസ്റ്റാൾമെൻറ്റിലൂടെയാണ് കൊടുക്കുന്നത്? അത് ചിലപ്പോൾ കോൺട്രാക്റ്റ് പീരീഡ് ഇപ്പം 5 വർഷമാണെങ്കിൽ ആ 5 വർഷത്തിൽ ഓരോ വർഷവും ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലീസ് പേയ്മെൻറ്റ് നടത്താം. അതല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിലും ലീസ് പേയ്മെൻറ്റ് കൊടുക്കാം. ഓരോ വർഷവും എമൗണ്ട് കുറയുന്ന രീതിയിലും കൊടുക്കാം, ഈക്വൽ എമൗണ്ട് ആയിട്ടും കൊടുക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്ന രീതിയിൽ ലെസേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണൽ എൻട്രി ജേർണലൈസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫിഫ്ത്ത്, ഫോർ റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ ഓഫ് ദ ലീസ്ഡ് അസറ്റ്. ലീസ്ഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ജേർണൽ എൻട്രി ആണ് നെക്സ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ ലെസ്സിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുന്നത്? ഇത് ഫൈനാൻഷ്യൽ ലീസാണ്. നമ്മൾ പറയുന്നത് ഫൈനാൻഷ്യൽ ലീസാണ്. ഫൈനാൻഷ്യൽ ലീസിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ? അതായത് ആ ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് തീരുന്നത് വരെയുള്ള ഒരു പീരീഡ് ആണ് നമ്മൾ ശരിക്കും ഫൈനാൻഷ്യൽ ലീസിൻ്റെ ഒരു പീരീഡായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലെസ്സിക്കാണല്ലോ ഈ ഒരു ഫൈനാൻഷ്യൽ ലീസിൽ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി. ഇപ്പം നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ അവർക്ക് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി, കാരണം ഫൈനാൻഷ്യൽ ലീസാണ്. ലെസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും കിട്ടുന്നില്ല. ലെസറെ സംബന്ധിച്ചിടത്തോളം ഈ ലീസ് പേയ്മെൻറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അസറ്റിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷനൊന്നും ലെസർക്ക് കിട്ടില്ല. കാരണം ഈ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ലെസ്സി ആ ഒരു അസറ്റ് സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു കോൺട്രാക്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീസ്ഡ് അസറ്റ് വാങ്ങിക്കുന്ന സമയം സർട്ടൺ ഡിപ്രിസിയേഷനും ആ അസറ്റിന് ചാർജ് ചെയ്തിട്ടുണ്ടാകും. സോ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫൈനാൻഷ്യൽ ലീസിൽ ലീസ് ടേം എൻഡ് ചെയ്യുന്ന സമയം അസറ്റ് ലെസ്സി തന്നെ വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഓണർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഒരു അസറ്റ് അവർ വാങ്ങിക്കുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാണിക്കുക? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ്ഡ് അസറ്റ് അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. അതാണ് ഫിഫ്ത്ത് journal entry. And at last journal entry, for transferring finance charges and depreciation on leased asset to profit and loss account. At last നമ്മൾ നേരത്തെ കണ്ട ഫൈനാൻസ് ചാർജസും ഡിപ്രിസിയേഷനും നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്താണ് ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫൈനാൻസ് ചാർജസ് അക്കൗണ്ട് ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫൈനാൻസ് ചാർജസ് അക്കൗണ്ട്
ഫൈനാൻസ് ചാർജസ് അക്കൗണ്ട് ടു ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇത്രയാണ് ഇൻ കേസ് ഓഫ് ഫൈനാൻസ് ലീസ് ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ജേണൽ എൻട്രി. ആദ്യമായിട്ട് ലീസ്ഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് എഴുതുന്നത്. ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട്. ദെൻ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഫൈനാൻസ് ചാർജസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസേഴ്സ് അക്കൗണ്ട്. അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ലെസേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ അസറ്റിനുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ്ഡ് അസറ്റ്. ദെൻ ഫൈനാൻസ് ചാർജും ഡിപ്രിസിയേഷനും അറ്റ് ദി എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫൈനാൻസ് ചാർജ് അക്കൗണ്ട് ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. P&L അക്കൗണ്ടിലേക്ക് ഫൈനാൻസ് ചാർജും ഡിപ്രിസിയേഷനും ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ലെസ്സിയുടെ ബുക്സിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞു. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ലീസിൽ തന്നെ ലെസറുടെ ബുക്കിൽ നമ്മൾ ഏതൊക്കെ ജേണൽ എൻട്രി ആണ് ജേണലൈസ് ചെയ്യുന്നതെന്നാണ് എഴുതുന്നത്. അപ്പം ലെസർ എന്ന് പറയുന്നത് അസറ്റിൻ്റെ ഓണറാണ്. ഈ ഓണറാണ് ലെസ്സിക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നത് ആരാണ്? ലെസറാണ്. അപ്പോൾ ഇൻ ദ ബുക്സ് ഓഫ് ലെസർ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് പർച്ചേസ് പോലെയുള്ള ജേണൽ എൻട്രി ആണ് ആദ്യം എഴുതിയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സെയിൽ പോലെയുള്ള ജേണൽ എൻട്രി ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സെയിലാണ് അല്ലേ? അപ്പം ലെസറിനെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ ലീസിൻ്റെ കേസിൽ അസറ്റ് ലീസിന് കൈമാറുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡിൽ. അതുകൊണ്ട് തന്നെ ലെസർക്ക് ഈ ഒരു അസറ്റിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷനൊന്നും കിട്ടുന്നില്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ അസറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ലീസ് റെൻ്റൽ മാത്രമാണ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ജേണൽ എൻട്രി എന്താണ്? ടു റെക്കോർഡ് ദ ഫൈനാൻസ് ലീസ്ഡ് അസറ്റ് ആസ് റിസീവബിൾ ഫ്രം ദ ലെസ്സി. അതിന് ജേണൽ എൻട്രി ലെസ്സീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ് സെയിൽസ്. ലെസ്സീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ് സെയിൽസ്. ഇവിടെയും നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ അസറ്റിൻ്റെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ ലീസ് പേയ്മെൻറ്റ് ഇതിലേതാണോ കുറവ്, വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ സെക്കൻഡ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ നേരത്തെ ലെസ്സിക്ക് പറഞ്ഞതുപോലെ ഇവിടെ ലെസർക്കും ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രി ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഈ ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് നെക്സ്റ്റ് നമ്മൾ എൻഡ് ഓഫ് ദ ഇയറിൽ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുമുണ്ട്. നോക്കുക, രണ്ടാമത്തത് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ലീഗൽ എക്സ്പെൻസ് പോലെയുള്ള ലീസ് പേയ്മെൻറ്റ് ലീസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് ലെസർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലെസർ റെക്കോർഡ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ലീസ് എക്സ്പെൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയറിൽ ലെസറുടെ ബുക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ടു റെക്കോർഡ് ഫൈനാൻസ് ചാർജസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ്. അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡിൽ ഫൈനാൻസ് ചാർജസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെസ്സീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫൈനാൻസ് ചാർജസ് എന്ന് പറയുന്ന ജേണൽ എൻട്രി എഴുതണം. ലെസ്സീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫൈനാൻസ് ചാർജസ്. ഈ ഫൈനാൻസ് ചാർജും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അതുപോലെ നെക്സ്റ്റ് 4 പറയുന്നത് എന്താണ്? ടു റിസീവ് പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ലെസ്സി. അവിടെ നമ്മൾ നേരത്തെ പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ് കൊടുത്തതായിരുന്നു അല്ലേ? ലെസർക്ക് പേയ്മെൻറ്റ് ചെയ്തതാണെങ്കിൽ ഇവിടെ ഈ ഒരു ലീസ് പേയ്മെൻറ്റ് ലെസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലെസർ റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സി അക്കൗണ്ട് എന്നാണ് അവിടെ ജേണൽ എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സി അക്കൗണ്ട്. ഈ അറ്റ് ദി എൻഡ് ഓഫ് ദ period of finance lease, the net balance is lessee's account if any is transferred to profit and loss account. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനാൻസ് ലീസിൻ്റെ കേസിൽ ലെസ്സീസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഫൈനാൻസ് ലീസിൽ ലെസറുടെ ബുക്സിൽ ഏതെല്ലാം ജേണൽ എൻട്രി ആണ് വരിക, ലെസ്സിയുടെ ബുക്സിൽ ഏതെല്ലാം ജേണൽ എൻട്രി ആണ് വരിക എന്നാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ ഈ ജേണൽ എൻട്രി ഒക്കെ എഴുതണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ചിലത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലത് നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ തിയറി ഭാഗങ്ങളും നിങ്ങൾ വിട്ടുപോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇതിൻ്റെ തിയറി ഭാഗങ്ങളും. ഓക്കെ, അപ്പോൾ ഇത്രയും ജേണൽ എൻട്രി നിങ്ങളൊന്ന് ബുക്സിലേക്ക് എഴുതിയെടുക്കാം. താങ്ക് യു.